വീഡിയോ അടി. എന്നെ വിളിക്കാൻ വേണ്ടി കല്യാണപ്പെണ് തന്നെ വന്നു ഗൈസ്. ഉണങ്ങി എല്ലാ ഫ്രെയിമിലും ഇങ്ങനെ വന്ന് നിക്കണോ ചേച്ചി? ഒരുമാതിരി ഒരു കസേര ഇട്ടാടിയിരുന്നോ? ഹലോ ഗൈസ്, അപ്പോൾ നമ്മളൊരു കല്യാണ പരിപാടിക്ക് വന്നിക്കുകയാണ്. കീർത്തേണ്ട കല്യാണമാണ്. അപ്പോൾ ഞാനിവിടെ നല്ല നേരത്തെ എത്തി. ആക്ച്വലി ഒരു 3:45 ആകുമ്പോൾ ഞാൻ പയ്യന്നൂർ എത്തിയായിരുന്നു. ഞാൻ പിന്നെ വീട്ടിലേക്ക് വന്നിട്ടൊന്നും എടുക്കാൻ പറ്റിയില്ല. സോ ഇപ്പോഴാണ് ഇങ്ങനെ ക്യാമറ ഉള്ളതിൻ്റെ ഒരു ഓർമ്മ വന്നത്. കുറച്ച് ബിറ്റ്സ് ആൻഡ് പീസസ് ഒക്കെ ആയിട്ട് ഇതുവരെ എടുത്തിട്ടുള്ളൂ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത് എത്ര എടുക്കുന്നുള്ളത് അറിയില്ല. ബട്ട് ലെറ്റ്സ് സീ എന്തൊക്കെയാണ് പരിപാടികൾ ഇനി ഇവിടെ പോകാൻ പോകുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് നോക്കിയിട്ട് അതിൽ അപ്ഡേറ്റ് ചെയ്യും. പോകെ നമ്മളിങ്ങനെ ഓരോന്ന് എടുത്തിട്ട് കുറേയൊക്കെ ഞാൻ മൊബൈലിൽ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്, കുറച്ചൊക്കെ ഞാൻ ഇതിലെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഏതിലൊക്കെ എന്തൊക്കെ വരുന്നുള്ളത് നമുക്ക് ലാസ്റ്റ് എല്ലാം കൂടി എഡിറ്റ് ചെയ്യുമ്പോഴേ എനിക്ക് അറിയുള്ളൂ. ബട്ട് ലെറ്റ്സ് സീ. ഇപ്പം നമുക്ക് ആക്ച്വലി കീർത്തന ഇതുവരെ കുളിച്ചിട്ടില്ല. ഡേർട്ടി ഗേൾ. അവൾ ഇത്രയും കുളിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ചെറിയൊരു ഇൻട്രോ നമ്മുടെ വീഡിയോയിൽ എപ്പോഴും ഉണ്ടാവാറില്ല. ബട്ട് എന്തെങ്കിലും എടുക്കണം എന്ന് വന്നിട്ട് വന്നതാണ്. സോ അവളെ കാണിച്ചു തരാം. സോ അവർ ഫസ്റ്റ് പാർട്ടിസിപ്പൻറ്റ് ഇസ് മിസ്റ്റർ ഗിരീഷ് ശേഷാദ്രി. പക്ഷെ ആൾ വർക്കിങ്ങിലാണ്, സിൻസിയറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്ലേ ബോസ്? ഇന്നെന്താ ലീവ് എടുക്കാത്ത? இன்னைக்கு லீவ் எடுக்க முடியல, கொஞ்சம் ப்ரையாரிட்டி ஒர்க் நிறைய இருக்குது. ആളുടെ വിചാരം ആളില്ലെങ്കിൽ കമ്പനി നടക്കില്ല എന്നാണ്. അതുകൊണ്ട് ആളില്ലാതെ കമ്പനി നടക്കാത്തതുകൊണ്ട് പാവം ആക്ച്വലി ആള് ലീവ് എടുക്കാൻ പറ്റിയില്ല. സോ ഹാഫ് ഡേ ലീവ് മാത്രം എടുത്തിരിക്കണം. ഐ ഷോ യു ദ റെസ്റ്റ് ഓഫ് ദ പീപ്പിൾ. ഇതേ അവിടെ നമുക്ക് ഒന്നിനും കൊള്ളാത്തൊരു കുട്ടി നിൽക്കുന്നുണ്ട്. എല്ലാ ഫ്രെയിമിലും കയറി നിൽക്കുന്ന പീസാണ് ഇത്. കീർത്തന എവിടെ? കുളിക്കാതെ നടക്കുന്ന ആ കല്യാണപ്പെണ്ണ് ഇതാണ്. കുട്ടി തിരക്കിലാണ് ഗൈസ്. കുട്ടിക്ക് ഇത് വെച്ചതുകൊണ്ട് ലെൻസ് ഒക്കെ ബുദ്ധിമുട്ടായി. നീ ഇപ്പൊ തന്നെ ലെൻസ് എന്തിനാണെന്ന് കണ്ണ് കാണുന്നില്ലേ? കണ്ണ് കാണാറില്ലല്ലോ. ലെൻസ് വെക്കുന്നതാണെങ്കിൽ അതിൻ്റെതായ ഇത് എന്ത് വെച്ചിട്ട് എന്താ കാര്യം? അതൊന്ന് കട്ട് തന്നെക്കാൾ വലിയ ബോണ്ടം ചുമന്നു പോകുന്ന വരൂ. നെക്സ്റ്റ് റോൾ നമ്പർ 2. സോജക്കല്ലേ ഞാൻ പിന്നെ തല്ലാട്ടാ.
ക്യാമറ ഇല്ലാത്തപ്പോ ഞാൻ പണിയെടുക്കുമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ എടുക്കാൻ പറ്റാതിരുന്നത്. എന്താണ് നിന്റെ കയ്യിൽ? അടിച്ചു മാറ്റിയ പോലെ ഉണ്ടാവും. അതെ, തന്നതല്ലേ, അത് കാണിക്കുന്നതിൽ എന്താ? ഞാൻ പിടിച്ചു വാങ്ങിയതാ. മിററിൽ കാണുന്നുണ്ട് അത്. പൊട്ടത്തി കുട്ടിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് കല്യാണ പെണ്ണിന്. ഇതൊക്കെ കഴിഞ്ഞിട്ട് ഊരി തന്നോ? തിരിച്ച് ഞാൻ ഫെബ് കഴിഞ്ഞിട്ട് കൊണ്ടുവന്നേരാം. 2 വർഷത്തേക്ക് മാറ്റിയും വെച്ചു. പിന്നെ എനിക്ക് റൗണ്ട് അടിച്ച് ഞങ്ങൾ ഒരേ സാധനങ്ങൾ ഇടാനുള്ള പ്ലാനാണെന്നൊക്കെ. പക്ഷെ അത് ഓണർ ഇവളായിരിക്കും. കയ്യിലിടുവോ? നാളെ ഇടണം. എല്ലാം ഇടുവോളൂ. നാളെ ഇങ്ങനെ പൂരത്തിന് ഒരുക്കി വെച്ച ആനേനെ പോലെ ഉണ്ടാവും. ലൂസ് കളിയാവും. അത് കുഴപ്പമില്ല, അപ്പക്ക് തന്നാ മതി. ഇന്ത്യന് കറക്റ്റ് ഉണ്ടാവും. നിന്റെ കല്യാണത്തിനൊന്നും തന്നിട്ടില്ല. അപ്പൊ ഞാൻ അങ്ങനെ കൊണ്ടുപോകും. ഇനി കഴിക്കാൻ പാടില്ല. കേറ് ചെക്കേറ്റ് അമത്തങ്ങോട്ട്. ആ ഓക്കെ, എനിക്ക് ഫ്രീ ആയിട്ടൊരു വള കിട്ടി. എടാ ഫ്രീ ആയിട്ടൊരു വള കിട്ടിയടാ. കീർത്തന്റെ വക കല്യാണത്തിന്റെ ഗിഫ്റ്റ്. അതിനെ പേസ്റ്റ് ആക്കരുത്. ഒരു മിനിറ്റ് അമ്മേ, അത് ചേച്ചി you put hold push like the bell. നോക്കണേ, അത് ഒരു ലെവലിൽ വരില്ല. ഇതാണ് വായി, ഇത് വിട്ട് വരില്ല. എടി ഇതെടുക്കടി, ഇതെടുക്കടി, എടി ഇതെടുക്കടി, ഇതെടുക്ക വീഡിയോ. ഇതാണ് നമ്മുടെ നിധിയുള്ള ബോക്സ്. എടാ ഇതിങ്ങനെ ഒന്നല്ലടാ. ആ എടാ പുള്ളിക്ക് വെച്ച് അതിലൊരു തെക്കണക്കടക്കളുണ്ട്. എടി ഇങ്ങോട്ട് കൊണ്ടുവാ. അങ്ങോട്ടും കാര്യമൊന്നുമില്ല. പൊട്ടിക്കരുത്, പുതിയ ട്രോളി കുഞ്ഞായിരുന്നു. പൊട്ടിക്കാൻ പറ്റും. നല്ല ബാക്ക്. കാമാന്തക കാമേശ്വര കാമ കിങ്ങിണി. നിന്റെ അസുഖം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. മറ്റുള്ളവന്റെ ബണ്ണി പിടിക്കണടാ നിന്റെ ഫണ്ണ്. ഇതിലാണ് എല്ലാ സ്വർണവും. ഞങ്ങൾ ഇതും നോക്കി അങ്ങ് പോവാണ്. കുന്ത്രാണ്ടിനെ ഓൺ ചെയ്ത ഇത് താത്തിടാനാ? വീട്ടിൽ പോലും പണിയെടുക്കാറില്ല ഞാൻ. എന്ത് ഡാഡി പറഞ്ഞാണ്ടല്ലോ. ഹലോ എടാ കമോൺ. ഹലോ ഗായ്സ്, ആ ഇന്ന് ചേച്ചിന്റെ കല്യാണമാണ്. അല്ല നാളെ. ഇത് വന്നിട്ട് ഈ പീസിന്റെ അനിയനായിട്ട് വരും. വരും. ഇവളെ തൂക്കാൻ നമുക്ക് വേറെ ആരും ആവശ്യമില്ല. ദൈവം ഒറ്റ ഒരാൾ മതി. ഒരാൾ മതി. നമ്മള് വരുന്ന വീഡിയോകൾ ഇവളെ തൂക്കുന്നതാണ്. നാഗവല്ലിയാകും. മൂടില്ല, കുറച്ച് കഴിഞ്ഞ് സെറ്റ് ആവും. എന്തെങ്കിലും കാണിച്ചത് ഇങ്ങനെ വെച്ചിട്ട് നീ കാണിക്ക്. ഫോർ എക്സാമ്പിൾ അങ്ങനെയല്ലല്ലോ. ശബ്ദം മറ്റേ ശബ്ദം കൊണ്ടൊന്നും കേൾക്കൂല. അയ്യോ അതിനെ ഇങ്ങനെ അവളെടുക്കുന്ന കാണുന്നില്ല. അതുകൊണ്ട് അവള് കാൻഡിഡ് ആയിട്ട്. സൗണ്ട് ഞാൻ പുറത്ത് നിൽക്കുമായിരുന്നു. ഇവിടെ ഇറങ്ങി വന്നിട്ട് ഹായ് നാട്ടുകാർ മൊത്തം ഞാനും ഉണ്ടായിരുന്നില്ല.
ഒരാളെ പേര് വരണം. വീഡിയോ ഓൺ ചെയ്തപ്പോൾ എന്താ രണ്ടെണ്ണം മിണ്ടാത്തെ? ആ ഷോൾഡർ ഈ ഒരു ഭാഗമല്ലേ, മേലെ നിന്ന് ഇങ്ങനെ പിടിച്ചിട്ട് സൈഡിലോട്ട് കൊണ്ടുപോവാം. എൻ്റെ പേഴ്സണൽ മസാജർ ഇപ്പൊ പറയാം. ആഞ്ജനേയ സ്വാമി ഇനി അമർത്തണോ? നന്നായി അമത്ത്. എനിക്ക് അവിടെ ഒന്നും ഫീൽ ചെയ്യുന്നില്ല. എടി നിന്റെ ശബ്ദം മാത്രമേ വരുന്നുള്ളൂ. അതിന്റെ താഴത്തോട്ടുള്ള തന്നെ. യെസ്. എല്ല് പൊട്ടിക്കാനല്ല പറഞ്ഞേ. ഇങ്ങനത്തെ മസാജ് വേണ്ട, സോജയെ കോണ്ടാക്ട് ചെയ്യുക. എൻ്റെ ഏത് വീഡിയോ, ചെട്ടിനാട് രണ്ടാമത്തെ വീഡിയോ അല്ല, മൂന്നാ എത്ര വീഡിയോ ഇട്ടു ഞാൻ ചെട്ടിനാട്? രണ്ടാമത്തെ വീഡിയോയിൽ ഇവളുടെ ഫോൺ നമ്പർ ഉണ്ടാവും. അവിടെ പോയിട്ട് നിങ്ങൾക്ക് കൂട്ടാൻ വേണ്ടിയുള്ള സോജയെ കോണ്ടാക്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ആ വീഡിയോയുടെ ലാസ്റ്റത്തെ പോർഷനിൽ പോയാൽ അവള് തന്നെ നമ്പർ പറഞ്ഞിട്ടുണ്ട്. ഒരു മര്യാദ വേണ്ടേ, അതൊക്കെ ഒന്ന് കളയാ. അതില്ല, കണ്ടിട്ടില്ല വീഡിയോ. കണ്ടിട്ടുണ്ടാവും, അനക്ക് വിളിക്കാൻ തോന്നിണ്ടാവില്ല അവർക്ക്. എടാ നിനക്ക് മസാജ് വേണോ? ഇവിടെ ഒരു പുതിയ മസാജറെ കിട്ടിയിട്ടുണ്ട്. യെസ്. എന്തിനാ കാണിക്കാനാ? ഇതെടുക്കാൻ പോയതാ. അന്ന് ഫോട്ടോ സർവീസസ് അവൈലബിൾ. കുറച്ച് വെട്ടത്തില് ബോട്ടിൽ ഓഫ് ഇന്ത്യ. ഈ ഇത്രയും വെട്ടം പോരെ ചേച്ചി? നൈറ്റ് മോഡ് ഇട്ടിട്ടാണോ പിന്നെ എടുക്കുന്നത്? അല്ലെങ്കിൽ ലൈറ്റ് കിട്ടൂല. ഞങ്ങളോട് പറയണായിരുന്നു. ഞാൻ ഇട്ടിട്ടാ തന്നെ. നിങ്ങൾ അതിന്റെ ഇടയിൽ ഇത് അമത്തരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് അമത്തിയിട്ട് മാറിയതാ. അത് സെറ്റാട്ടോ. അവന്റെ കാര്യം എന്ത്? ജിമ്മ് വിട്ടിട്ടില്ല. കൊച്ചിന്റെ റീൽ എടുക്കാൻ പോടാ. സോജയുടെ ആംഗിള് വല്ലാത്ത ആംഗിളായി പോയി. അയ്യോ, വൃത്തിക്കൊക്കെ ഇരുന്നു. എനിക്കിനി അവിടെ ഇവിടെ ഒന്നും അവൻ എന്നെ തേച്ചൊട്ടിച്ചു. അങ്ങനെ എല്ലാവരും കുരങ്ങി വന്നത്. അത് നമുക്കറിയാം. സോറി സോറി ഗൈസ്. അതിന് അത് അടക്കണ്ടടി, കേക്കൂല. കൂട്ടിട്ടു. കണ്ട പറയടാ. അവനെ ആണോ? രണ്ട് സിലബസ്. ஸோ கீர்த்தனா கல்யாணத்துக்கு வந்திருக்கோம். இதான் என்னோட இன்ட்ரோ. அது நீரா கீழெல்லாம் ரெடி ஆகிட்டு போயிட்டாங்க. ஸோ நானும் போகிறேன். പോണതുക്കപ്പുറം കാട്ടും. ഹലോ ഗൈസ്, നമ്മൾ ഫോട്ടോഷൂട്ട് പോവാണ്. എടാ നീ ഡ്രസ് കേടുവരും, വേണ്ട അവിടെ തന്നെ ഇരുന്നോ. ചെറിയ പീസാണ്. നീ ഉള്ളേ ചെല്ല. എന്റെ ഫോൺ ഉണ്ടല്ലോ അല്ലേ കയ്യിൽ. ഇപ്പൊ എങ്ക പോறோம்? അറിയില്ലടാ. അത് മാത്രമാണ്. എടാ പോട്ടെ. എന്റെ വർക്ക് കാണിക്കേ. തിരുമോന്റെ പിന്നെ കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല. அப்படியே திரும்ப. പറയാ. For future works, contact me. ബഡ്ജറ്റ് ഉണ്ട്. പ്രവീണ ആർ IT പ്രൊഫഷണൽ കം മേക്കപ്പ് ആർട്ടിസ്റ്റ്. എന്റെ ഷൂ
വാട്ട് എ നൈസ് ഈവനിങ്. என்ன ஸ்பாட்னு சொன்னீங்கன்னா கூட சொல்லுங்க. இது விவி வந்தால் தான் சொல்லுவான். செங்கசோலை மாதிரி ஏதோ ஒரு ஸ்பாட்டு. அங்கே என்ன பண்ணுவீங்க? அங்கே நாங்கள் போயிட்டு கதை பேசுவோம் வாழ்க்கையை பற்றி. ഇതാ നമ്മളും നമ്മളിപ്പോൾ ഫോട്ടോ എടുക്കാൻ പോവുകയാണ്. ഞാൻ കുളിച്ച് കുപ്പായം മാറ്റിട്ട് വരുന്നതാണ്. അത് ശരി. എടി അങ്ങോട്ട് കയാക്കിനൊക്കെ ചെയ്യണം. ഞാൻ അമലിന്റെ ഒപ്പം പോട്ടേന്നു അങ്ങനെ ആകില്ലേ. നമ്മളിപ്പോൾ ലൈറ്റുബിയുടെ ഫോട്ടോ എടുക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. നിങ്ങൾ എടുത്തിട്ട് ഇത് വ്ളോഗ് റിലേറ്റഡ് വീഡിയോ. പറന്നു പോയിണ്ടാവും സാധനം. പൊക്കോ പൊക്കോ. നല്ല ലൊക്കേഷൻ. കുറച്ച് നല്ല ഫോട്ടോസ് അടിപൊളിയായിട്ട് കിട്ടും. അവിടെ കല്യാണപ്പെണ്ണിൻ്റെ സെപ്പറേറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞങ്ങളിവിടെ സെപ്പറേറ്റ് ഫോട്ടോ എടുക്കുകയാണ്. കാരണം അവൾക്ക് ഫോട്ടോഗ്രാഫർ ഉണ്ട്, പ്രൊഫഷണൽ ആൾ. നമുക്ക് നമ്മുടെ ആളാണ്. തിരിച്ചു കാണിക്കൂ ആരാണ് ആളെന്ന്. ഉള്ള ആളെ വെച്ചിട്ട് തന്നെ നമ്മൾ പാസ്പോർട്ട് സൈസ് ഫോട്ടോ പോലെ ഉണ്ടായിരുന്നു. കുറച്ചും കൂടെ ക്രോപ്പ് ചെയ്തു. ഞങ്ങൾ ഇവിടുത്തെ പാലക്കാട് ശ്രീരംഗം. ശ്രീരംഗോ? അത് എവിടെയാ? പത്തനംതിട്ട. കേരളവാ? ഇതല്ലേ നൈറ്റ് മോഡിലിട. இதான் கரெக்டு. அந்த கான்ட்ராஸ்ட் இப்படி தான் இருக்கும். ഞങ്ങളൊക്കെ ഹലോ വല്ലത്തേട്ടന്റെ ഡയലോഗ്. ഗിരീഷിനെ പറഞ്ഞേക്കാനായിട്ടില്ല. ഗിരീഷ് ഞങ്ങള് പുറത്താ. അങ്ങനെ നിങ്ങൾ പോയി സൂക്കേണ്ട. ചെക്കനെ കാണാൻ നിൽക്കുന്ന സൂക്കടുണ്ടാ? അയക്കടാ. ഇതൊക്കെ വ്ളോഗിൽ വരും കേട്ടോ. ആയിക്കോട്ടെ, അതിനു മുമ്പ് ചെക്കൻ അവിടെ എത്തും. അവിടെ നോക്കാം. ഓക്കെ ഇതാ. ആ ഇപ്പഴത്തെ ഗ്യാപ്പ് ഇവിടെ ഗ്യാപ്പ് അത് ഇപ്പഴത്തെ ഗ്യാപ്പ് ഇപ്പഴത്തെ നല്ല ഗ്യാപ്പ്. ഞാൻ പേടിച്ചു. അവളെ മാത്രമേ സൗമ്യയുള്ളൂ. എടാ അതെന്തിനാ? നോക്ക് എത്ര പേർ വരുന്നുണ്ടെന്ന്. എന്നെ പോയി സന്ദേഹപ്പെടുറിയ സുജാ. ഫോട്ടോഷൂട്ട് എങ്ങനെ ഉണ്ടായിരുന്നു? മുടി പാറി പറക്കുന്നു. പ്രാന്ത്യം. ആൻ്റെങ്കിലും കുഴപ്പമില്ല. എൻ്റെ നോക്കി കെട്ടി വെച്ചിട്ടാണ് ഈ കടന്ന് പറക്കണത്. കെട്ടാതിരിക്കുക അപ്പം നല്ല രസമായിരിക്കും. ശരിക്കും ചപ്രക്കളിയാവും. ചപ്രക്കളി.
ഇവിടെ പിടിച്ചോണ്ട് എന്തിനാ നിക്കണേ ചേട്ടാ? കാണുന്നുണ്ടോ? കാക്കിന്റെ ഷേപ്പ് തന്നെ ശരി. മതിയടാ. ചെക്കൻ വീട്ടുകാർ വരുന്നുണ്ട്. എന്താണ് കീർത്തനെ പറയാനുള്ളത്? ടെൻഷൻ. വയർ നൽകുന്നുണ്ടോ? പോണോ? നീന്തിനാ എവിടെ പോവാ? കൈമായി മേടിച്ചിട്ടുണ്ട്. ഒന്നും കൂടെ പറയാം. കുട്ടേട്ട എനിക്ക് കല്യാണം കഴിക്കണ്ട. കുട്ടേട്ടന് കല്യാണം കഴിക്കണ്ട. കുട്ടേട്ടാ എന്റെ മോൻ മഞ്ഞ 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 അമ്മ ബാക്കിൽ നിൽക്കണത് വൈറ്റ് മേമ. കീർത്തനെ ചെക്കനെ മൈൻഡ് ചെയ്യുന്നില്ല. കീർത്തന ക്യാമറയ്ക്ക് വേണ്ടി ഒന്നുകൂടെ പ്ലീസ്. എല്ലാ യൂട്യൂബിലും ഉണ്ടാവും. വ്ളോഗിന് വേണ്ടി ഒരു ഹായ് പറഞ്ഞു. വൈഡ് ആംഗിളാണോ? അതെ. എല്ലാം കഴിഞ്ഞ് പങ്ങൾക്ക് ഇപ്പോഴാണ് ഫുഡ് കിട്ടിയത്. അത് തണുത്ത് നിങ്ങളെ വ്ളോഗ് എന്താണ് എന്താണ് എന്ത് എന്താണ് നമ്മൾ മൂവിയിലൊക്കെ വ്ളോഗ് ചെയ്തിട്ടില്ല, പിന്നെ ഇങ്ങനെ പേടിക്കണേ? ഐഫോൺ ബ്ലോഗർ. ചോദിക്ക് കഴിക്കാനൊന്നും കൊടുത്തിട്ടില്ല പാവം. ആണോ? സാറില്ല. അവിടെ ഒരാൾ ആദ്യം മൊബൈലെടുത്ത് തിരിച്ചങ്ങോട്ടും ഒന്നുകൂടി ഇങ്ങോട്ട് നോക്ക്. ഞാൻ ഫ്രണ്ടിൽ പോയാൽ കുഴപ്പമില്ലല്ലോ അല്ലെ? ഇവിടെ നിന്ന് എനിക്ക് സൂം ചെയ്യാൻ പറ്റില്ല. വല്ലത്തേട്ടൻ്റെ ഒരു കുറവും കൂടെ ഉണ്ടെന്നൊക്കെ. എന്താണ് മകളെ കുറിച്ച് എന്താ പറയാല്ലേ? പറയാം നല്ല മകളാണ് അത്ര. വേറെ കുലസ്ത്രീ കീർത്തു
ക്യാമറ കണ്ട് പേടിച്ചോടുക. മരുമകനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? സൂപ്പർ മരുമകൻ. നല്ല മകൻ, നല്ല മകൻ. കണ്ടിട്ടില്ലല്ലോ, നമ്മളിങ്ങനെ പരിചയപ്പെട്ട് വരുന്നത്രല്ലേ. അതൊരു കാര്യം പറയാണ്ടൊന്ന് ഓർമ്മിപ്പിക്കണേ. സീരിയസാ. എന്റെ അടുത്താണോ? നിന്റെ കാലിലെ കാണാം പാദസരം ഞാനല്ലേ, ഞാനല്ലേ നിന്റെ മാറിലെ മായ ചന്ദന പൊട്ടെനിക്കല്ലേ, എനിക്കല്ലേ. സകൃതകൃതാവായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാൻ. வ்ளாக்னா அதை பேசணும், அமைதியாக இருக்கக்கூடாது. അവളെ കണ്ണാടി ഇത് വെക്കി പൊട്ടത്തി അവളല്ലേ വെക്കണ്ട പറഞ്ഞ ഫോട്ടോ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഒരു പണി ചെയ്യോ? സൈഡിലോട്ട് നീങ്ങുന്ന ഇപ്പത്തെ ഇങ്ങോട്ട് തിരിഞ്ഞു ആ ബാക്കൊന്നും കണ്ടല്ല. ആഹാ എന്നെ മറച്ചു എടാ, അത് തുടക്കടാ.